നമസ്കാരം. ഇവിടെ എന്ന് പറയും യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹാപ്പി അഡ്വാൻസ്ഡ് ഓണം വിഷസ്. എല്ലാവർക്കും അടിപൊളി ഓണം ആവട്ടെ. അതുപോലെ തന്നെ ഓണത്തിന് പറ്റിയ ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് ഖലീഫ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാമേ. ഈ തിരുവനന്തപുരത്ത് SL എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഞാൻ സ്ഥിരമായി സിനിമ കാണാൻ പോകാറ്. അതിനകത്ത് ഫുള്ളാണ്, ഒരു ഫുൾ ഡേ മൊത്തം ഫുള്ളാണെങ്കിൽ മാത്രമാണ് വേറെ ഏതെങ്കിലും തിയേറ്ററിനകത്ത് ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പല സിനിമകളും ഞാൻ ഫസ്റ്റ് ഷോ കാണാറുണ്ട്, അല്ലെങ്കിൽ ന്യൂ ഷോ ആണ് കാണാറുള്ളത്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു 4-5 സിനിമയ്ക്ക് ഇത്തരം ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലൈമാക്സ് എത്തുമ്പം ചില കൂട്ടർ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യും. ഓൾറെഡി ഫസ്റ്റ് ഡേ ഞാൻ സിനിമ കാണാൻ പോയി എന്ന് അവർക്ക് ആരെയൊക്കെ അറിയിക്കണമായിരിക്കും. പക്ഷേ അതിന് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ ആ ഒരു ടൈറ്റിൽ കാർഡ് ഫോട്ടോ എടുത്തിടാം. പക്ഷെ അത് പറ്റില്ല. ഇപ്പോൾ ഉള്ള ഒരു പ്രവണത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയുടെ ക്ലൈമാക്സ് ഏരിയ അല്ലെങ്കിൽ സിനിമയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും തോന്നുമ്പം ഇത്തരം ചില ആളുകൾ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യും. അതിന് ഇൻസ്റ്റഗ്രാമിൽ തിയേറ്ററിൽ ഇരുന്ന് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. സിനിമയെ ഇത്രത്തോളം സ്നേഹിക്കുന്ന സോഹൻ റോയ് സാറിൻ്റെ തിയേറ്ററിനകത്ത് എന്തുകൊണ്ടാണ് ഇത്തരം പരിപാടി നടക്കുന്നതെന്നുള്ളത്, അത് സോഹൻ റോയ്ക്ക് വന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തീർച്ചയായിട്ടും അതിനുള്ള ചങ്കുറ്റവും ചങ്കറപ്പും ഉള്ള പ്രവർത്തകർ തന്നെയാണ് SL തിയേറ്ററിനകത്ത് ജോലി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവരെ നിങ്ങൾ മാനേജ്മെൻറ്റ് എന്തെങ്കിലും രീതിയിൽ ആളുകൾ അവർക്ക് സൗകര്യമുള്ള ചേട്ടൻ നിങ്ങൾ മിണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ, എന്നെപ്പോലെ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ കയറുന്ന ആളുകൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളിനെ കൂടി വിലക്കിക്കൊണ്ട് സിനിമ കാണേണ്ട ഒരു ഗതികേടിലാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദയവ് ചെയ്ത് SL തിയേറ്ററിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ദയവ് ചെയ്ത് അറിയിക്കുക. ഇന്ന് ഖലീഫ സിനിമ ഫസ്റ്റ് ഷോ 9 മണിക്ക് ഓഡി 5-ലാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് കാണാൻ പോയത്. ഞാനിരുന്നത് C സെക്ഷനിലാണ്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഡിയിൽ ഫ്രണ്ട്സുമായിട്ട് വന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി സിനിമയുടെ ക്ലൈമാക്സ് ഏരിയ റെക്കോർഡ് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് CCTV വിഷ്വൽ നോക്കിയാൽ മനസ്സിലാവും. ആ കുട്ടിയെ ഞാൻ 3 തവണയാണ് വിലക്കിയത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞ്. കാരണം അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരം പ്രവണതകൾ ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു സിനിമ കാണാൻ കൊതിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതായത് ചെറിയ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസയ്ക്ക് സിനിമ മാത്രം ഏക എൻ്റർടൈൻമെൻ്റായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ സിനിമ കാണാൻ വരുന്നത് ഇതിനെ കുത്തിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് കൊള്ളാം, ഇത് കൊള്ളില്ല, ഇങ്ങനെ വിലയിരുത്താനൊന്നും അല്ല. നിഷ്കളങ്കമായിട്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാനായിരിക്കും. ദൈവത്തെ ഓർത്ത് അത് ചെയ്യാതെ നിങ്ങൾ ഫസ്റ്റ് ഡേ സിനിമ കാണാൻ പോയി. സോ നിങ്ങൾക്കത് എന്തെങ്കിലും രീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങളത് ടൈറ്റിൽ കാർഡ് എടുത്തിടും. നിങ്ങൾ എന്തിനാണ് ക്ലൈമാക്സ് റെക്കോർഡ് ചെയ്യുന്നത്? SL തിയേറ്ററിൻ്റെ ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തിയേറ്ററിനകത്ത് കുറേ നാളായിട്ട് ഇത് നടക്കുന്നുണ്ട്. ബാലൻ സിനിമയുടെ ക്ലൈമാക്സ് അതിനകത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്ത ആളിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര മോശമാണ്. നിങ്ങളുടെ തിയേറ്റർ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും നമുക്ക് ഏകദേശം ഒരു ഊഹാഭോഗങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ ഗസ് അടിക്കും എന്തായിരിക്കും ചിലപ്പോൾ ഈ സ്റ്റോറി, എന്തിനെ സംബന്ധിച്ചായിരിക്കും, ആരൊക്കെയാണ് വരുന്നത്, ആ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവരും കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ക ഒരു ഫെസ്റ്റിവൽ മൂഡിന് ഇറങ്ങാൻ പറ്റിയ സ്റ്റാർഡം വാല്യൂ വെച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യമുള്ള എല്ലാവരും ഉള്ള രീതിയിൽ തന്നെ നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് ഖലീഫ. പക്ഷേ ഇതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനപ്പിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും ഗസ് അടിച്ചിരിക്കുന്ന പോലെ തന്നെ ഗോൾഡ് തന്നെയാണ് ഇതിനകത്തുള്ള ആ ഒരു എലിമെൻറ്റ്. അതിനെ വെച്ച് തന്നെയാണ് ഈ സിനിമ ലീഡ് ചെയ്ത് പോകുന്നതും. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ക്ലൈമാക്സ് വരെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയ്ക്കകത്തുള്ള. യാതൊരുവിധ പുതുമയും മേക്കിങ്ങിലും, അതായത് വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ മേക്കിങ്ങിലും ഒരു പുതുമയില്ല. സ്റ്റോറിയിലും പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു പുതുമ, ആ ഒരു ബൂമ് കൊണ്ടുവരുന്ന രീതിയിലുള്ള പുതുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്കൊക്കെ ഗസ് ചെയ്യാന്നുള്ളതും പ്രഡിക്റ്റ് ചെയ്ത് പോകുന്നതും നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ആ സിനിമയുടെ ആ ഒരു ലൈനപ്പിലൂടെ ലീഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ജിനു എന്ന് പറയുന്ന അദ്ദേഹം ഇതിൻ്റെ സ്റ്റോറി എഴുതുമ്പോൾ ഓൾറെഡി നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഗസ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് സംഭവങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, തുടക്കവും അവസാനമൊക്കെ എങ്ങനെയാവും എന്നുള്ള ആ ഒരു രീതി. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങും. പക്ഷേ ഇത്രയും ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് വലിയൊരു സ്റ്റാർഡം വെച്ച് ഒരു സിനിമ ഇറക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഗോൾഡ് സ്മഗ്ലിങ് ചെയ്യുന്ന ആളുകളെന്ന് പറയുമ്പോൾ പൈസയ്ക്ക് ആവശ്യമുള്ള ആളുകളും പിന്നെ ചില മണ്ടന്മാരുമായിരിക്കും.
അത്തരത്തിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് ഈ സിനിമ വല്ലതും കണ്ട് ആ ഒരു ആവേശം കയറി ഏതെങ്കിലും തിരുമണ്ടന്മാർ ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞ് ഈ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ പിടിച്ചിരുത്തിയിട്ട്, കൊച്ചുകുട്ടിയെ പിടിച്ചിരുത്തി ആരും ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ല, എന്നാലും ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നുള്ളൂ. നമ്മൾ അവരുടെ ആ ഒരു നിഷ്കളങ്കയിൽ ഒരു അത്യാവശ്യം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് റേഞ്ചിലുള്ള പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് ഗോൾഡ് എങ്ങനെയായിരിക്കും അവരിങ്ങനെ സ്മഗിൾ ചെയ്യുന്നത് വാർത്തയിലൊക്കെ കാണുമ്പോൾ ചുമ്മാ ചോദിച്ചാൽ മതി. പിള്ളേരൊരു 10-30 ഐഡിയ പറഞ്ഞു തരും. അതായത് ആ നിഷ്കളങ്കതയിൽ അവർ പറയുന്ന ഐഡിയ ആയിരിക്കും അതൊക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തുള്ള വമ്പൻ രീതിയിൽ കാണിക്കുന്ന ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ. അതായത് വൈപ്പ് പല്ല് ഗോൾഡാക്കുക, പിന്നെ ഒരു സർട്ടൺ പോയിൻ്റ് ഉണ്ട്, അത് ഞാൻ പറയുന്നത് ശരിയല്ല, ആ ഒരു വസ്തുവിനകത്ത് ഗോൾഡ് കയറ്റി വെച്ച് വിടുക, പിന്നെ കോഫി പൗഡറിനകത്ത് ഇടുക, ടാങ്കിൻ്റെ പൗഡറിനകത്ത് ഇങ്ങനെ ചിപ്സാക്കി ഗോൾഡ് വെച്ച് വിടുക. ഇത്തരത്തിലുള്ള അതും പഴയ കാലഘട്ടമൊന്നുമല്ല, നമ്മൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഹോംവർക്ക് ചെയ്ത് ഇവർ ബ്രഹ്മാണ്ഡമായി കാണിച്ചിരിക്കുന്നത്. മേ ബി സമൂഹത്തിലെ അവർ കാരണം ഇനി ആരും പുതിയ ഐഡിയ കണ്ടുപിടിച്ച് ഗോൾഡ് സ്മഗ്ലിങ്ങിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ അതിനാവശ്യമുള്ള രീതിയിൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് അതിനകത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സ്മഗ്ലിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വരുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഗോൾഡ് വെച്ചിട്ടുള്ള ഗെയിമോ കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല. വളരെ ഇല്ലീഗലി പ്ലസ് ലീഗലി ചില ആളുകളെയൊക്കെ കാശിനെടുത്ത് അവർ കടത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൈനപ്പിൽ സ്വർണത്തിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. പിന്നെ ആക്ഷൻ സീക്വൻസിനെയൊക്കെ വെച്ച് പറഞ്ഞു പോകുമ്പോൾ അനാവശ്യമായിട്ട് ഫൈറ്റൊന്നും വെറുതെ കുത്തിക്കയറ്റിയിട്ടൊന്നുമില്ല. 4 ഫൈറ്റാണുള്ളത്. അതിൽ മൂന്നാമത്തെ ഒരു സെക്യൂരിറ്റി പാക്കിൻ്റെ ഫൈറ്റായിരുന്നു. പക്ഷെ അത് കുറച്ചും കൂടി ഗംഭീരമായിരുന്നു എന്ന് തോന്നി. ഇനിയും അത് കുറച്ചും കൂടി അടിപൊളിയാക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഉള്ള ഫൈറ്റൊക്കെ വളരെ ഡീസൻ്റായിട്ട് തന്നെ അവർ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഫസ്റ്റ് ഫൈറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഇത് ജോൺ വിക്കിനകത്ത് വന്നിട്ടുള്ള സാധനമല്ലേ എന്നൊക്കെ ഒരു ഫീല് തോന്നും. പക്ഷേ അത് തീർച്ചയായിട്ടും ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും ആ ടൈമിലുള്ള ആ ഒരു മേക്കിങ്ങും രീതിയും കാണുമ്പോഴാണ് ജോൺ വിക്കിൻ്റെ ഫൈറ്റും ഖലീഫയുടെ ഫൈറ്റും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ലൊക്കേഷൻസ് ഒക്കെ ഏതാണ്ട് ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു മാത്രം. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഫൈറ്റ് എന്തുകൊണ്ട് എനിക്കിതിൻ്റെ ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസൊക്കെ കുറച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു സ്റ്റാർഡത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. പൃഥ്വിരാജിനെ പോലുള്ള ഒരു നടൻ വരുമ്പോൾ അദ്ദേഹം ബോഡിയൊക്കെ ഇത്രയും ലീനാക്കി വന്നിട്ടുള്ള ആ ഒരു ഫൈറ്റ് എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ വരേണ്ട രീതിയിലുള്ള ഒരു ഫൈറ്റ് തീർച്ചയായിട്ടും സിനിമയ്ക്കകത്തില്ല. നമ്മൾ പതിവായി കണ്ടുവരുന്ന പോലെ തന്നെ ആദ്യം പോയവൻ അടിച്ച് വീണ് അവിടെ പുകയായി കിടക്കുമ്പോൾ രണ്ടാമത്തവൻ പോകുന്നു, പിന്നെ മൂന്നാമത്തവൻ പോകുന്നു. അത്തരത്തിലുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ കൂട്ടത്തോടെ വരുമ്പോൾ നടൻ തന്നെ അതിനെ വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം ഫസ്റ്റ് ഫൈറ്റിൽ ഒരു ടീം ഇങ്ങനെ അടിക്കാൻ വരുന്ന ഒരു ഇമ്പാക്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു വില്ലൻ ഗ്യാങ് വരുന്നു, ഒരു പേടി സ്വപ്നം പോലെയൊക്കെയാണ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഫൈറ്റിലേക്ക് വരുമ്പോൾ അവന്മാർ മറ്റേ പേന കത്തിയും കൊണ്ടുവന്നിട്ടുള്ള ഫൈറ്റായിരുന്നു നായകൻ്റെ നിന്ന്. സ്ഥിരമായി നമ്മൾ കാണുന്ന പോലെ തന്നെ നായകൻ ഇടിച്ചുറക്കുന്നു, അവിടെ ഒരു ഗംഭീര വരവേൽപ്പ് വരുന്നു. അതുകൊണ്ട് ഫൈറ്റ് എന്തുകൊണ്ടോ അവരിടുന്ന ആ ഒരു അത്രയും ഫിസിക്കലി അവർ റെഡിയായി വരുമ്പോൾ ആ ഒരു ഫൈറ്റിന് ഒരു പുതുമയില്ലാത്തതുപോലെ എനിക്ക് തോന്നി. മേക്കിംഗ് വൈസ് ഡയറക്ഷൻ സൈഡിൽ നിന്ന് പ്രത്യേകിച്ച് സ്റ്റോറി പോലെ തന്നെ യാതൊരു പുതുമയില്ല. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഫ്രെയിംസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോമോൻ ടി ജോണിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ് നമുക്ക് ആ ഒരു ലാഗ് വരാതെ ഈ സിനിമ സ്റ്റാർട്ടിങ് ടു എൻഡ് കാണാൻ പറ്റുന്നത്. ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ആക്ടേഴ്സിനെ ഒന്നും കുത്തിക്കയറ്റിയിട്ടില്ല. ഉള്ളതൊക്കെ വളരെ കുറച്ച് ആക്ടേഴ്സും വളരെ ഡീസൻ്റായിട്ടുള്ള ആക്ടിങ്ങുമായിരുന്നു. ആ പൃഥ്വിരാജിനെ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ അസാമാന്യ ലുക്കാണ്. അയാളുടെ ആ ഒരു സൗന്ദര്യം ഭയങ്കര ഭംഗിയിൽ നമുക്ക് ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ ഇതിനകത്ത് കാണാൻ പറ്റും, ഈ നടന്നു വരുന്നതൊക്കെ. പക്ഷേ ഈ ഫസ്റ്റ് ഫൈറ്റിൽ ഒരു ജർക്കൊക്കെ വന്നതുപോലെ തന്നെ ആ ഒരു എഡിറ്റിങ്ങിൽ ഈ സിനിമയ്ക്കകത്ത് പല ഏരിയയിലും ചമൻചാക്കൊക്കെ എന്ത് പറ്റിയാണെന്നറിയില്ല, പല ഏരിയയിലും നമ്മൾ കണ്ട സീന് തന്നെയാണ് വീണ്ടും 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 കാണുന്നത്. റിപ്പീറ്റായി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മേ ബി അവരെടുത്ത് വെച്ച എന്തെങ്കിലും സീന് സെൻസറിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ വന്ന് കട്ടായി പോയതുകൊണ്ട് ആ ഒരു ലെങ്ത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിരിക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. ആക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാവരും നല്ല ഭംഗിയിൽ അവരുടെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ടുള്ള ഒരു സംഭവങ്ങളോ ഒന്നുമില്ല.
മിനിമൽ ഡയലോഗേ ഉള്ളൂ എല്ലാവർക്കും. അല്ല 2.5 പേജ് ഡയലോഗ് അടിയോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളരെ കുറച്ച് സംസാരിച്ച് ആക്ഷനിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, ആ ഒരു വിഷ്വലിൽ നമുക്ക് നല്ല ഭംഗിയിൽ സിനിമ കണ്ടു തീർക്കാൻ പറ്റും. പക്ഷേ ആ ഒരു വില്ലൻ ഫ്രെയിമിൽ വരുമ്പം ശിവജിത്ത് എന്ന് പറഞ്ഞ ആക്ടറിനെ എല്ലാവർക്കും അറിയാമല്ലോ. ശിവജിത്ത്, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. അയാളുടെ ആ ഒരു വില്ലൻ ഫ്രെയിമിനുള്ള ആ ഒരു ലുക്കിൽ ഈ സിനിമയ്ക്കകത്ത് പുള്ളി ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടിരിക്കും. ചില സിനിമയിലെ യക്ഷികളൊക്കെ കാണുന്ന പോലെ അത്തരത്തിലുള്ളൊരു രീതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗന്ദര്യവും ആ വ്യക്തിയുടെ ആ ഒരു അഭിനയത്തിൻ്റെ ആ ഒരു കഴിവും ഇതിനകത്ത് എന്തോ ചില ഏരിയയിലൊക്കെ ഇങ്ങനെ ഡള്ളായി പോയതുപോലെ തോന്നിയിരുന്നു അദ്ദേഹത്തിനെ കാണിച്ചപ്പോൾ. പക്ഷേ പുള്ളി മികച്ച നടനാണ്, കളരിപ്പയറ്റ് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളതാണ് നമുക്കും അറിയാമല്ലോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ലാൽ സാറ്, ഇനിയിപ്പോൾ അത് പറഞ്ഞു പോകുന്നതിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല, മോഹൻലാൽ സാറ് ഈ സിനിമയ്ക്കകത്തുണ്ട്. കാരണം നിങ്ങൾ ഓൾറെഡി തന്നെ തിയേറ്റർ റെസ്പോൺസിൽ കണ്ടിട്ടുണ്ടാവും. ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ സിനിമയുടെ സ്റ്റാർട്ടിങ് ടു ആ ഒരു ലാൽ സാറ് വരുന്ന ഏരിയ വരെ പല സ്ഥലത്തും പുള്ളിയുടെ ആ ഒരു പേര് പറയും. പുള്ളിയുടെ പേര് പറയുമ്പോഴും ഭയങ്കര കയ്യടിയായിരുന്നു. പറഞ്ഞ് ആ ഒരു കില്ലാടിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ക്ലൈമാക്സിൽ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്നും കൂടി നിങ്ങളൊന്ന് നോക്കിക്കോണം. പിന്നെ ആ വന്നു കഴിഞ്ഞിട്ട് ലുക്ക് വൈസും ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആ ഒരു എമ്പുരാനിൽ വന്ന ആ ഒരു ഡൾനെസ് എടുത്ത് കളഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. ഈ ലുക്ക് അതിലുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എമ്പുരാനകത്ത്. അപ്പോൾ ആ ഒരു എമ്പുരാൻ ലുക്ക് തന്നെയാണ്. താടി കുറച്ചും കൂടി ഉണ്ട്, ആ ഒരു മുടിയൊക്കെ ആ ഒരു നിരപ്പിച്ച് എമ്പുരാനിലിട്ട് വരുന്ന പോലെ ആ ഒരു വലിയൊരു കോട്ട് ഇട്ടാണ് അദ്ദേഹവും വരുന്നത്. ഒരു കുറച്ച് ക്രിസ്പായിട്ടുള്ള കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇമോഷണൽ ടച്ചും അങ്ങനെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ഡയലോഗൊക്കെ ഉണ്ട്. മോഹൻലാൽ സാറ് അടിപൊളിയായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ സിനിമ ടീം ആരെടുത്തും പറയാതെ ഒളിച്ചു വെച്ചിരുന്ന ഒരാൾ വരും. അതാരാണെന്ന് ഞാൻ പറയുന്നത് തീരെ ശരിയല്ല. അതൊരു ഗംഭീര സർപ്രൈസായിരുന്നു ഖലീഫ ടീമിൻ്റെ സൈഡിൽ നിന്ന്. തിയേറ്റർ മൊത്തം ഫുൾ തിയേറ്റർ കുറേ നാളായി അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ട് കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്. ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയ ഖലീഫ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ തോൽവി സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ സിനിമയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും. നല്ല മികച്ച മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ജേക്സ് ബിജോയ്. അദ്ദേഹത്തിന് എന്തു പറ്റി? കാരണം അടുത്തിടെ ഇറങ്ങിയ ലോക്കയ്ക്ക് ശേഷം ഇറങ്ങിയ ഏത് സിനിമയിലെ പാട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് മറ്റേ പള്ളിച്ചട്ടമ്പിയിൽ ഒരു പാട്ട് കൊള്ളാം. പിന്നെ ഈ സിനിമയ്ക്കകത്തൊക്കെ ആദ്യം ഒരു പാട്ട് കാണിക്കും, ടൈറ്റിൽ ടൈമിൽ ആദ്യം ഒരു പാട്ട്, നല്ല ആ ഒരു വിഷ്വലിന് പറ്റിയ ഒരു സോങ് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് മൊത്തം ജേക്സ് ബിജോയ്ക്ക് പറ്റിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദുരന്തർ കണ്ടപ്പോൾ ആ ഒരു ക്ലാസിക് സാധനമൊക്കെ വെച്ചൊന്ന് പിടിക്കാനായിട്ട് നോക്കിയാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അതേ വോയിസ് മോഡുലേഷനിൽ തന്നെയാണ് നിങ്ങൾ ഇതിനകത്തൊരു പാട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പാട്ട് തുടങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ, എപ്പോൾ തീർന്നു എന്നുള്ളത് നമ്മളാരും ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്കും തോന്നുന്നത്, ആളുകൾ ഉൾപ്പെടെ തന്നെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഫൈറ്റിനൊക്കെ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അതുപോലെ ജേക്സ് ബിജോയ് തൻ്റെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ ഈ ആളുകൾ ഇങ്ങനെ ഒരു അമ്മയും മോനും സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അച്ഛനും മോനും സംസാരിക്കുന്നു. ഇതിന് മുമ്പ് ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഞാൻ ഇതേ യൂട്യൂബിനകത്ത് തന്നെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുമാതിരി ഈ ടോം ആൻഡ് ജെറിക്കകത്തൊക്കെ കേൾക്കുന്ന പോലെ, ഈ പഴയ കാർട്ടൂണിനകത്തൊക്കെ കേൾക്കുന്ന പോലെ ഒരുമാതിരി ഈ പമ്മി ഈ പ്ലക്കി സൗണ്ടും വെച്ച് ഇയാൾക്ക് ഇത് മാത്രമേ അറിയാവുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ജേക്സ് ബിജോയ് ഒന്ന് മാറ്റി പിടിക്കണോ? ഇത്രയും മികച്ച രീതിയിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, ഇയാളുടെ രണമൊക്കെ റിപ്പീറ്റ് വാല്യൂ ഇല്ലേ? ഞാൻ തന്നെ മിക്ക മാസത്തിൽ ആ പാട്ട് കേൾക്കാതെ ഞാൻ പോകാറില്ല. എന്ന് വെച്ച് അതുപോലെ തന്നെ പാട്ട് ഇറക്കിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്കും പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ഈ മാസത്തിൽ 5ഉം 4ഉം സിനിമകളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആ ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ കൊടുക്കുന്ന സാധനമല്ലേ അവരുണ്ടാക്കി തരുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ഒരു സീൻ കാണുമ്പോൾ, ഒരു വിഷ്വൽ കാണുമ്പം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന് ആപ്റ്റ് ആയിരിക്കും എന്ന് ആ ഒരു ഫീൽ എങ്ങനെ വരുന്നു? ക്രിയേറ്റീവ് ബേൺ ഔട്ട് ഉണ്ടാവുകയാണ് ജേക്സ് ബിജോയ്ക്ക്. വളരെ സീരിയസ്ലി പറയുകയാണ്, ജേക്സ് ബിജോയ്ക്ക് ക്രിയേറ്റീവ് ബേൺ ഔട്ട് ഉണ്ടാവുകയാണ്. നിങ്ങൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ബ്രേക്ക് എടുക്കുമെന്ന് പറയാനോ അവകാശപ്പെടാനോ ഞാൻ ആളല്ല. എന്നിരുന്നാലും ഒരു ആസ്വാദകൻ, നിങ്ങളെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, നിങ്ങളുടെ മ്യൂസിക് ഇഷ്ടമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ടൈമായി തുടങ്ങിയിട്ട് കുറേ നാളായി. ഇപ്പോഴും
ഔട്ടായി പോകുന്ന ഒരു സാഹചര്യത്തിലൊന്നുമല്ല നിൽക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ ഈ മുംബൈയിലൊക്കെ ഈ ഇടയ്ക്ക് പോയിട്ടൊരു വലിയ ഇൻ്റർനാഷണൽ ഫിലിം പ്രൊഡക്ഷൻ ടീമുമായിട്ടൊക്കെ നിങ്ങൾ നോക്കിയല്ലേ, അവരൊക്കെ നിങ്ങളിങ്ങനെ കൂക്കി വിളിക്കുന്നത് കാണുമ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ ഉണ്ട് ജെക്സ് ബിജോയ്. വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾ എന്ത് അടിപൊളിയായിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു കഥയിൽ എനിക്കൊരു സീൻ കിട്ടിയിട്ടുണ്ട്. സത്യമായിട്ടും ഇപ്പോഴും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഞാൻ സ്പോട്ടിഫൈയിൽ ലൈക്ക് അടിച്ചിട്ടിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിനകത്ത്. ചിലപ്പോൾ ചില സമയത്ത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരുമാതിരി ഒരു വൃത്തികെട്ട ഒരു സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ. ഈ സിനിമയ്ക്കകത്ത് പൃഥ്വിരാജിൻ്റെ അമ്മ, ആ പഴയ നടി മോനിഷ എന്നാണ് തോന്നുന്നത് മാഡത്തിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. ആ 2 ക്യാരക്ടേഴ്സ് ഒരു കാറിനകത്തിരുന്ന് വരുന്ന ഒരു സീനുണ്ട്. ഒറ്റ സീനുള്ള അവർ രണ്ടുപേരും കാറിൽ വരുന്ന ആ സമയത്ത് എന്തോന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടോം ആൻഡ് ജെറിയിലൊക്കെ പണ്ട് കേട്ടോണ്ടിരുന്ന പോലത്തെ. സോ അതൊക്കെ ഭയങ്കര വൾഗറാണ്. ആ ഒരു ക്രിയേറ്റീവ് ബേൺ ഔട്ടിലോട്ട് വീടല്ലേ. ഒന്നാമതേ മ്യൂസിക് ഡയറക്ടേഴ്സിന് ഒരു കാലയളവിൽ മാത്രമേ നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന എ റഹ്മാൻ സാറും പിന്നെ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അപ്പം കൊണ്ടുവന്ന കേസ് കൊടുക്കുന്നതാണെങ്കിൽ പോലും ഇന്നും ഇളയരാജ സാറിൻ്റെയൊക്കെ ആ മ്യൂസിക്കിന് വാല്യൂ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അതുപോയി എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു 2 വ്യക്തി വെച്ച് ബാക്കി എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു കാലയളവ് വരെ എല്ലാവരും നിൽക്കുകയുള്ളൂ. നിങ്ങൾ അതുപോലെ ആയി പോവാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം തന്നെയാണ്. വളരെ മോശമായിരുന്നു ഈ സിനിമയ്ക്കകത്തുള്ള പാട്ടും ഇതിനകത്തുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ആ ഒരു ദുരന്തർ ടീമൊക്കെ അവരൊക്കെ ഒരു സൈഡിൽ നിന്നും ചെയ്യട്ടെ, നിങ്ങളെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സോറി ടു സേ, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ വളരെ ഡീസൻ്റായിട്ടുള്ള ഫാമിലിക്കൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന നമ്മൾ ആ ഒരു ഓണം ഫെസ്റ്റിവൽ മൂഡിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഖലീഫ. അതുകൊണ്ട് എല്ലാവരും ഉറപ്പായിട്ടും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണേ.